ഒരു കോളേജ് അധ്യാപകനാകണം എന്നുണ്ടെങ്കിൽ 80 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ 50 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ തിരിച്ച് അല്ല സാർ അത് മാറിയിരിക്കുന്നു 80 ലക്ഷം ആയിരിക്കുന്നു എന്നാണ്. ഈ 80 ലക്ഷം വാങ്ങുന്ന ആരാണ്? മാനേജ്മെന്റ്. ശമ്പളം കൊടുക്കുന്ന ആരാണ്? ഗവൺമെന്റ്. അങ്ങനെ ഇന്ന് ഉള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവിൽ 80% കൊടുക്കുന്നത് ഈ രീതിയിലാണ്, എയ്ഡഡ് സെക്ടറിലേക്കാണ്. ആ എയ്ഡഡ് സെക്ടറിൽ മെരിറ്റ് ഒരു പരിഗണനാ വിഷയമല്ല. സമുദായ പരിഗണനകളും ജാതിമത പരിഗണനകളും രാഷ്ട്രീയ പരിഗണനകളും. ഡോക്ടർ ബിന്ദു പഠിപ്പിച്ച കോളേജ് എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ പരിഗണന വെച്ച് നിയമനം കിട്ടുന്ന ദേവസ്വം ബോർഡ് കോളേജാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പഠിപ്പിച്ച കോളേജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു PSC ടെസ്റ്റ് എഴുതി ജയിച്ചിട്ട് അധ്യാപികയായതല്ല, രാഷ്ട്രീയ സ്വാധീനം വെച്ച് കേരളവർമ്മ കോളേജിൽ ജോലി കിട്ടിയെന്നുള്ളതാണ്. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ടോക്ക് സീരീസ് ആയ സത്യമേവ ജയതയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ ഇത്തവണ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകളെ കുറിച്ചിട്ടാണ്. നമ്മളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ളത് നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച വ്യക്തി തന്നെയാണ്. വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഡോക്ടർ KS രാധാകൃഷ്ണൻ കേരള PSCയുടെ ചെയർമാൻ ആയിരുന്നു. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകൾ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് എങ്കിലും നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ലോകത്ത് ഏറ്റവും അധികം മാൻ പവർ ഉള്ള രാജ്യം നമ്മുടേതാണ്. പക്ഷെ മൊത്തത്തിലുള്ളൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ലേബറിൽ നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കാലങ്ങളായി നമ്മൾ അവലംബിച്ചു വന്നിരുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ്. അപ്പൊ അതിനെ ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നരേന്ദ്രമോദി സർക്കാർ 3 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നത്. അപ്പൊ ആ പോളിസി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ, ഉണ്ടാക്കാൻ സാധ്യതയുള്ള പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ചില 1-2 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഈ NEP-ക്കെതിരായിട്ട് പരസ്യമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം. ഈ രണ്ടിനെയും സാർ ഇങ്ങനെയാണ് നോക്കിക്കാണും? ഇത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം അത് രൂപീകരിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. അന്നേ തന്നെ അത് ഞാൻ വായിച്ച ഒരാളാണ്. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും പ്രോഗ്രാമും വളരെ സുപ്രധാനമായ ഒന്നാണ് എന്ന് പറയാനുള്ള കാരണം, ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പാരഡൈം ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കോളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിർദ്ദേശിച്ച സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണോ ലക്ഷ്യം വെച്ചിരുന്നത്, അതേ കാര്യങ്ങൾ ആ ലക്ഷ്യത്തിലേക്കായിരുന്നു മെക്കോളെയും ബ്രിട്ടീഷുകാരും ഇവിടുന്ന് പോയതിനു ശേഷവും നമ്മൾ നീങ്ങിക്കൊണ്ടിരുന്നത്. മെക്കോളെ അതിനകത്ത് കൃത്യമായി പറയുന്നൊരു കാര്യം, ഇന്ത്യക്ക് എടുത്തു പറയത്തക്ക വിജ്ഞാന ശാഖകളില്ല, ചരിത്രമില്ല, തത്വചിന്തയില്ല, മതമില്ല, സാഹിത്യമില്ല, സംഗീതമില്ല, സാമൂഹിക ശാസ്ത്രമില്ല. ഇങ്ങനെ ഇന്ത്യ വിശേഷിപ്പെട്ട യാതൊന്നുമില്ല. ഇതെല്ലാം ഉള്ളത് യൂറോപ്പിനാണ്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ ഇന്ത്യൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ഇന്ത്യയുടെ വിജ്ഞാന ശാഖകളെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് മെക്കോളെ ഇത് പദ്ധതി നടപ്പിലാക്കിയത്. എന്നിട്ട് അദ്ദേഹം അവസാനമായിട്ട് എഴുതി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാഴ്ചയിൽ ഇന്ത്യക്കാരാണെങ്കിലും അഭിരുചിയിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലുമെല്ലാം അവർ യൂറോപ്യന്മാരായി തീരും. അങ്ങനെ ഒരു യൂറോ സെൻട്രിക് പാരഡൈമിലാണ് ഈ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ആ യൂറോ സെൻട്രിക് പാരഡൈമിൽ തുടങ്ങിയ വിദ്യാഭ്യാസം 1947 ശേഷവും തുടർന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ യൂറോ സെൻട്രിക് പാരഡൈത്തിൽ നിന്നും ഒരു ഇന്ത്യ സെൻട്രിക് പാരഡൈമിലേക്കുള്ളൊരു മാറ്റമാണ് ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏറ്റവും സമഗ്രമായ സവിശേഷത എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തൊരു കാര്യം, നമ്മളൊരു റിജിഡ് ഫ്രെയിമിലായിരുന്നു വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരുന്നത്. ആ റിജിഡ് ഫ്രെയിം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, ആ സബ്ജക്റ്റ് നിങ്ങൾ എടുത്തതിന് ശേഷം, ഇപ്പോൾ വിശേഷിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റ് എടുത്തു, നിങ്ങൾ ഹിസ്റ്ററി എടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഹിസ്റ്ററി പോരാ, ഇത് എനിക്കൊരു പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ല എന്ന് തോന്നിക്കണം, നിങ്ങൾക്ക് മാറണ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല.
അല്ലെങ്കിൽ ഹിസ്റ്ററിയോടൊപ്പം വേറൊരു സബ്ജക്റ്റ് കൂടി പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ റിജിഡ് ഫ്രെയിമിൽ നിന്നും ഒരു ഫ്ലെക്സിബിൾ ഫ്രെയിമിലേക്ക് ഇത് മാറ്റേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഡിഗ്രി 4 വർഷമാക്കിയത്. ഈ 4 വർഷം ഡിഗ്രി ആക്കുമ്പോൾ മുൻപുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തെ ഡിഗ്രിക്ക് നമ്മൾ ചേർന്നിട്ട് ആ 3 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമുക്ക് ഡിഗ്രി കിട്ടുക. നമ്മൾ 1ഉം 2ഉം വർഷം കഴിഞ്ഞ് 3ആം വർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഇല്ലാത്തവനായിട്ട് മാറും. ഇപ്പോഴങ്ങനെയല്ല. 1ആം വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ഈ കോഴ്സിന്റെ 1 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു, അത് നിങ്ങൾക്കൊരു യോഗ്യതയായിട്ട് എടുക്കാം. 2ആം വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിപ്ലോമ കിട്ടും. നിങ്ങൾക്ക് 2 വർഷത്തെ വിദ്യാഭ്യാസ യോഗ്യത ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനും ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. 3ആം വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4ആം വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉന്നത പഠനത്തിന് യോഗ്യനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്നു എന്ന് മാത്രമല്ല, അത് കൂടാതെ വേറൊരു കാര്യം, വിഷയങ്ങളുടെ കാര്യത്തിലും വലിയ ഫ്ലെക്സിബിലിറ്റി കിട്ടി. ഇപ്പൊ നിങ്ങളൊരു ഗണിതശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംഗീതത്തിലാ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം സംഗീതവും പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തത്വശാസ്ത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യമുണ്ട്. നിങ്ങൾ സാങ്കേതിക വിദ്യ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഈ ഒരു അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കിട്ടിയതിന് ശേഷം നമ്മൾ തൊഴിലിലേക്ക് പോവുക എന്നുള്ളതല്ല, ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ തൊഴിലും എത്തുക എന്നുള്ളതാണ്. ഡിഗ്രി കിട്ടിയിട്ട് തൊഴിലിലേക്കല്ല, ഡിഗ്രിയോടൊപ്പം തൊഴിലും. നിങ്ങൾക്ക് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാം. നിങ്ങളൊരു ഡിഗ്രിക്ക് കയറുന്ന 1 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചു കാലം പോയിട്ട് ജോലി എടുത്ത് കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി ആ അനുഭവമായിട്ട് വീണ്ടും വന്നത് കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളത് ചില സർവകലാശാലകളിൽ ഇങ്ങനെ ചില സിസ്റ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയില്ല. അപ്പൊ ഡിഗ്രി ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ആകെയുള്ള യോഗ്യത പ്രീ ഡിഗ്രി പാസ് എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ +2 പാസ്സായ എന്നുള്ളതാണ്. ഇപ്പോഴങ്ങനെയല്ല. +2 ശേഷം ഡിഗ്രി +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, +3 കഴിഞ്ഞ് നിങ്ങൾക്ക് +4 ഉണ്ട്. ഇങ്ങനെ 4 തരത്തിൽ കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 സവിശേഷതകൾ ഈ വിദ്യാഭ്യാസ യോഗ്യതയുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അതനുസരിച്ചാണ് ഇത് സ്കീം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നടപ്പിൽ വരുത്തില്ല എന്നൊക്കെ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ എന്തും നടപ്പിൽ വരുത്തില്ല എന്നാണ് മലയാളികളുടെ ഒരു പൊതുശീലം. ഒരു ഉദാഹരണം പറയണമെങ്കിൽ +2 ആയിട്ട് ഇത് ബൈഫ്രിക്കേറ്റ് ചെയ്തപ്പോൾ ഒരു കാരണവശാലും പ്രീ ഡിഗ്രി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വലിയ സമരങ്ങൾ നടന്നു. പ്രീ ഡിഗ്രി ബോർഡ് സമരം എന്നൊരു സമരം തന്നെ നടന്നു. മാത്രവുമല്ല അത് വലിയ രീതിയിൽ ആ നിലവിലുള്ള സർക്കാരിനെ ബാധിക്കുന്ന വിധത്തിൽ അത് എത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? +2 ബോർഡ് എന്ന് പറഞ്ഞ് ഹയർ സെക്കൻഡറി ബോർഡ് എന്ന പേരിൽ ഇത് തന്നെ നടപ്പിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും നമുക്ക് പോയത് 5-6 വർഷമാണ്. UGC സർവകലാശാല ധനസഹായ കമ്മീഷൻ അതിന്റെ റെഗുലേഷൻസ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാകില്ല എന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നടപ്പിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയപ്പോൾ നമ്മളത് നടപ്പിലാക്കാത്ത കാരണം നമുക്ക് എന്ത് വെച്ചാൽ നമ്മൾ പിന്നാക്കം നിൽക്കേണ്ടി വന്നു. പിന്നീട് അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുപോലെ ഇപ്പം മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, അത് മന്ത്രി നടപ്പിലാക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം വിദ്യാഭ്യാസ ഭൂപടത്തിൽ നിന്ന് കേരളം വെട്ടിമാറ്റപ്പെടും. അത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ഈ ഡോക്ടർ ബിന്ദുവും ബാക്കിയുള്ളവരും ഒക്കെ പറയുന്നതിന് അത്ര ഗൗരവത്തിൽ ഞാൻ കണക്കൂട്ടുന്നില്ല. അവർ വെറുതെ ചുമ്മാ അവരുടെ അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എതിർക്കുന്നുണ്ട് എന്ന് വരുത്താൻ വേണ്ടി പറയുന്നതാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. നമ്മൾ കേരളം സാക്ഷരതയിൽ വളരെ മുൻപിലാണ്. ബസിന്റെ ബോർഡ് വായിക്കാൻ അറിയാവുന്നവരാണ് 95% ജനതയും. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു മികവ് തുടരാൻ കഴിയുന്നതായിട്ട് കാണുന്നില്ല. ഈ 2ാം പിണറായി വിജയൻ സർക്കാർ 2021 അധികാരത്തിൽ വരുന്ന സമയത്ത് അവരുടെ വലിയ പ്രകടന പത്രികയൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് ഒരു 40 പോയിന്റോളം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് മികവ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവർ വാദോരാതെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ പറച്ചിലിനപ്പുറത്തേക്കൊന്നും നടന്നു കണ്ടിട്ടില്ല. ഈ ഇതിനെ സാർ എങ്ങനെയാണ്? കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പങ്കുമില്ല.
രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് സീറോയാണ് എന്ന് പറയാവുന്നതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസം സാർവത്രികമായിട്ട് വരണം എന്ന ധാരണ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സന്യാസി ശ്രേഷ്ഠന്മാരും ചില മതപുരോഹിതന്മാരും പിന്നെ സാമൂഹിക പരിഷ്കർത്താക്കളുമായിട്ടുള്ള കുറേ പേര് വരുത്തിയ ഒന്നാണ്. അതിനകത്ത് രാഷ്ട്രീയക്കാരില്ല, രാഷ്ട്രീയക്കാര് അത് വരുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യം, ചട്ടമ്പി സ്വാമികൾ ആദ്യമായിട്ടാണ് വേദ അധികാര നിരൂപണം എഴുതുന്നത്. എന്താ അതിൻ്റെ ലക്ഷ്യം? ആ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതിയാണ്. വേദം വിജ്ഞാനമാണ്. ആ വിജ്ഞാനത്തിന് താല്പര്യവും യോഗ്യതയുമുള്ള എല്ലാവരും അർഹരാണ് എന്ന് പറയുന്നതോടു കൂടിയാണ് വിജ്ഞാനത്തിൻ്റെ വിതരണ നീതിയെക്കുറിച്ചൊരു സങ്കല്പം വരുന്നത്. അത് വെറും വേദം പഠിക്കാനുള്ളൊരു അവകാശം മാത്രമല്ല, എവിടെയൊക്കെ വിജ്ഞാനം സ്വരൂപിക്കപ്പെടുന്നുണ്ടോ ആ വിജ്ഞാനത്തെ വേല് കെട്ടി മറച്ചു വെക്കാൻ പാടില്ല. അത് അർഹരായിട്ട് എല്ലാവരിലേക്കും എത്തണം. ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ സംസ്കൃത വിദ്യാഭ്യാസമാണ് അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അതിന് പരിശ്രമിക്കുന്നവർക്ക് സ്കോളർഷിപ്പും ഫെല്ലോഷിപ്പും ഏർപ്പെടുത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന് പറയുന്ന സന്യാസിയാണ് ആദ്യമായിട്ട് സ്ത്രീ വിദ്യാ പോഷിണി, എ ട്രീറ്റീസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ എഴുതിയത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയെടുത്തത്, ജനകീയമാക്കിയെടുത്തത് കത്തോലിക്ക സഭയാണ്. 1864 വിശുദ്ധനായ ചാവറ പിതാവ് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണം എന്ന് പറയുന്നു. അതിനെ തുടർന്നിട്ടാണ് കേരളത്തിൻ്റെ കടലോരങ്ങളിൽ, കായലോരങ്ങളിൽ, മലവാരങ്ങളിൽ, സമതലങ്ങളിലെല്ലാം തന്നെ പള്ളികളേക്കാൾ വലിയ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും ആ പള്ളിക്കൂടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇനി കേരളം ഭരിച്ച രാജാക്കന്മാർക്കും വിദ്യാഭ്യാസത്തിൽ താല്പര്യമുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ യൂണിവേഴ്സിറ്റി തുടങ്ങി ആദ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റി. അത് രാജാവിന്റെ ഭരണകാലത്താണ്. സർ സി പി ആണ് അത് തുടങ്ങുന്നത്. കേരളത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരുന്നത് കേരള യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അതിനു മുമ്പ് അത് മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ഇപ്പൊ ആ മഹാരാജ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കൂടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് വരുന്നു. തിരുവനന്തപുരത്തെ MG കോളേജും മാർ ഇവാനിയസ് കോളേജും കൊല്ലത്തെ SN കോളേജും സർ സി പി കൊടുത്തതാണ്. ഇത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അവസ്ഥ. സെന്റ് തെരേസാസ് കോളേജ് വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമാകുന്നതിന് മുൻപാണ്. സെയിന്റ് ആൽബർട്ട്സ് കോളേജ് വരുന്നതും അങ്ങനെയാണ് എറണാകുളത്ത്. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് വരുന്നു. മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ വിക്ടോറിയ കോളേജും വരുന്നു, ബ്രണ്ണൻ കോളേജും വരുന്നു. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ. അങ്ങനെ അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടാണ് വലിയ വിദ്യാഭ്യാസ രീതി കേരളത്തിൽ വന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ വന്നു എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസത്തെ താറുമാറാക്കുന്നതിൽ. കേരളത്തിൻ്റെ സാമ്പത്തിക നില ഇത്രയേറെ ശോചനീയമാകാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയ്ഡഡ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇടപെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ പാപഭാരം മുണ്ടശ്ശേരിയിലാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇതിനു മുൻപ് ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഈ സ്ഥാപനങ്ങളൊന്നും സമുദായ സേവനത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ആർ ശങ്കർ SN കോളേജ് തുടങ്ങിയ സമയത്ത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെല്ലാം അധ്യാപകരാക്കി വെച്ചത്. ഷേക്സ്പിയർ വേലായുധന്മാരെ, NR ഗോപിനാഥൻ പിള്ളയെയും അതുപോലെ തന്നെ മറ്റേ തിരുവിതാംകൂറിലുള്ള തമ്പുരാനെയും ഒക്കെയാണ് അവിടുത്തെ അലക്സാണ്ടർ, ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അലക്സാണ്ടർ അടക്കമുള്ളവരെയാണ് അവിടെ എടുത്തു വെച്ചത്. സെയിന്റ് ആൽബർട്ട്സ് തുടങ്ങിയ സമയത്ത് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി AD ഹരിശർമ്മയാണ് എടുത്തു വെച്ചത്. അങ്ങനെ അന്ന് ഏറ്റവും വിദഗ്ധരായിട്ടുള്ളവരെ ഇവരെല്ലാവരും തന്നെ എടുത്തു വെച്ചിരുന്നു. ഇന്നത് മാറി.
അത് തുടങ്ങുന്നത് ഡയറക്റ്റ് പേയ്മെന്റ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. എന്നിട്ട് എന്താ ചെയ്തത്? ഡയറക്റ്റ് പേയ്മെന്റ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുകയും നിയമനാധികാരി മാനേജ്മെന്റ് ആകുകയും ചെയ്തു. ജാതി, മതം, പണം ഇതിന്റെ സ്വാധീനത്തിന് അടിപ്പെട്ടിട്ടാണ് എയ്ഡഡ് മേഖല പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു കോളേജ് അധ്യാപകനാകണം എന്നുണ്ടെങ്കിൽ 80 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ 50 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ തിരുത്തി, അല്ല സാർ അത് മാറിയിരിക്കുന്നു, 80 ലക്ഷം ആയിരിക്കുന്നു എന്നാണ്. ഈ 80 ലക്ഷം വാങ്ങുന്ന ആരാണ്? മാനേജ്മെന്റ്. ശമ്പളം കൊടുക്കുന്ന ആരാണ്? ഗവൺമെന്റ്. അങ്ങനെ ഇന്ന് ഉള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവിൽ 80% കൊടുക്കുന്നത് ഈ രീതിയിലാണ്, എയ്ഡഡ് സെക്ടറിലേക്കാണ്. ആ എയ്ഡഡ് സെക്ടറിൽ മെരിറ്റ് ഒരു പരിഗണനാ വിഷയമല്ല. സമുദായ പരിഗണനകളെയും ജാതിമത പരിഗണനകളെയും രാഷ്ട്രീയ പരിഗണനകളും. ഡോക്ടർ ബിന്ദു പഠിപ്പിച്ച കോളേജ് എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ പരിഗണന വെച്ച് നിയമനം കിട്ടുന്ന ദേവസ്വം ബോർഡ് കോളേജാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പഠിപ്പിച്ച കോളേജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു PSC ടെസ്റ്റ് എഴുതി ജയിച്ചിട്ട് അധ്യാപികയായതല്ല, രാഷ്ട്രീയ സ്വാധീനം വെച്ച് കേരളവർമ്മ കോളേജിൽ ജോലി കിട്ടി എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡിന്റെ കോളേജാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്നവർക്ക് അപ്പോൾ ഇന്നിപ്പോ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചെലവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ നയപരിപാടികൾ മൂലം ഗവൺമെന്റ് ഏറ്റെടുത്തതാണ്. ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്താൽ പോരെ? നിങ്ങൾ വിദ്യാഭ്യാസ എന്നിട്ടിപ്പോ ഫലം എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്താ നമ്മൾ സ്വാശ്രയ കോളേജുകൾ വന്നു. ആ സ്വാശ്രയ കോളേജ് തുടങ്ങുന്നു എന്ന് പറയുന്നത് AK ആന്റണിയാണ്. ആന്റണി സ്വാശ്രയ കോളേജ് തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്നാണ്. ഈ രാജ്യത്ത് ഒരു പെട്ടിക്കട നടത്തണമെങ്കിൽ നിയമം ഉണ്ടാക്കണം. നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയിട്ട് ലൈസൻസ് വാങ്ങിക്കണം. അങ്ങനെ ഒരു നിയമവും ഉണ്ടാക്കാതെ തുടങ്ങിയതാണ് സ്വാശ്രയ കോളേജ്. നിങ്ങൾ വിശ്വസിക്കുക? സർക്കാർ ഒരു നിയമവും നിർമ്മിക്കാതെ തുടങ്ങിയതാണ് സ്വാശ്രയ കോളേജ്. ഇന്നിപ്പോ അതിന്റെ അവസ്ഥ എന്താണ്? അപ്പോ ഫീസ് ഏകീകരണത്തിൽ തുടങ്ങി, സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന സങ്കല്പത്തിൽ തുടങ്ങി. അത് തുടങ്ങിയിട്ട് എങ്ങനെ വന്നു? അത് തുടങ്ങിയിട്ട് ഈ ഹ്യൂജ് തുക, നമ്മുടെ റവന്യൂവിന്റെ ഏറ്റവും സിംഹഭാഗവും ഈ എയ്ഡഡ് സെക്ടറിൽ കൊടുത്തിട്ട് ആ എയ്ഡഡ് സെക്ടറിലെ സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടക്കുന്നില്ല. കാരണം ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബുകൾക്ക് പോലും സംവരണം കൊടുക്കുന്നില്ല. സർക്കാരിന്റെ വലിയ തുക അവിടെ ചെലവാക്കിയതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടല്ല ഇത് സംഭവിച്ചു. ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ സംഭാവന കൊണ്ടല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയം വന്നിട്ട് എന്ത് സംഭവിച്ചു? രാഷ്ട്രീയം വന്നപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള്, വിദ്യാർത്ഥി സംഘടനകള്, അധ്യാപക സംഘടനകള്, അനധ്യാപക സംഘടനകള് സംഘം ചേർന്ന് കോളേജുകളും സർവകലാശാലകളും ഭരിക്കാൻ തുടങ്ങി. മെരിറ്റിന്റെ ഇമ്പോർട്ടൻസ് പോയി, മറ്റ് പല താല്പര്യങ്ങളുമായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 80 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് സ്വകാര്യ എയ്ഡഡ് സെക്ടറിൽ ജോലി നേടുന്ന അധ്യാപകനാണ് അടുത്ത ദിവസം AKPCT ചേർന്നിട്ട് വിപ്ലവം പ്രവർത്തിക്കുന്നത്. അവൻ വിപ്ലവകാരിയായി. അവൻ ലോകത്തെ കുറിച്ച് എല്ലാം പറയാണ്. ഇവൻ ഇങ്ങനെ ഈ 80 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് കയറിയവൻ, അതിനെ കൈക്കൂലി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മതസ്വാധീനത്തിൽ കയറിയവൻ, ബിന്ദുവിനെ പോലെ രാഷ്ട്രീയ സ്വാധീനത്തിൽ കയറിയവര്, ഇവര് പറയുന്ന വിപ്ലവത്തിന് എന്താണ് ധാർമ്മികതയുള്ളത്? എന്നിട്ട് എന്താ സംഭവിച്ചത്? അധ്യാപക സഖാവും വിദ്യാർത്ഥി സഖാവും അനധ്യാപക സഖാവും അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസം നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തകർന്നു. ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എടുക്കാച്ചരക്കായി മാറി. ശരിയാണ്. ബയേഴ്സ് ഇല്ല. അതെ. എന്തുകൊണ്ട് ബയേഴ്സ് ഇല്ല? കാരണം ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ആളുകൾ കണ്ട്. അതെ, ആളുകൾ ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടപ്പോൾ ആളുകൾ ഒഴിഞ്ഞുപോയി. അതെ സാർ, അതിന്റെ ഒരു തുടർച്ചയായിട്ടായ ഒരു ചോദ്യമുണ്ട്. അതായത് സാർ, ഞാനൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത്, സ്കൂളുകൾ +2 കഴിയുന്ന സമയത്ത് ഈ സയൻസ് ബാച്ചിന് വേണ്ടിയിട്ട് വലിയ മത്സരമായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ. അഡ്മിഷൻ കിട്ടാനില്ല, വലിയ സ്വാധീനമൊക്കെ ചെലുത്തിയാൽ മാത്രമാണ് അഡ്മിഷൻ പലപ്പോഴും കിട്ടിയിരുന്നത്, നല്ല മാർക്കുള്ളവർക്ക് പോലും. പക്ഷെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സയൻസ് ബാച്ചുകളിൽ പോലും കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ,
ശാസ്ത്രവും സാങ്കേതിക വിദ്യയും രണ്ടും രണ്ടാണ്. നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പ്യുവർ സയൻസ് ആണ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള പ്യുവർ സയൻസുകളാണ്. ഈ പ്യുവർ സയൻസിന്റെ മേന്മയും ഉണ്ട്, അതിന്റെ പരിമിതിയുണ്ട്. അതിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രായോഗികമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ആ സ്ഥാനത്തേക്കാണ് സാങ്കേതിക വിദ്യ കടന്നു വന്നത്. ഇപ്പൊ ബോട്ടണിയും സുവോളജിയും പഠിക്കേണ്ടവർക്ക് ബയോകെമിസ്ട്രി പഠിച്ചാൽ മതി. അതെ. പിന്നെ അത് മാത്രവുമല്ല, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ കോഴ്സുകൾ വന്ന്, ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി പാസ്സാവുന്ന സമയത്ത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. ഈ 4 എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റികൾ. ഇന്നിപ്പോ എത്രയുണ്ട്? ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, ഇങ്ങോട്ട് വന്നിട്ട് എത്രയാണുള്ളതെന്നൊരു പിടിയില്ല. അപ്പൊ ബോട്ടണിയും സുവോളജിയും പഠിക്കേണ്ട താല്പര്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ബയോടെക്നോളജിയും ബയോകെമിസ്ട്രിയും പഠിക്കാനുണ്ട്. ഇപ്പൊ ഡേറ്റാ സയൻസ് പോലുള്ള പുതിയ കോഴ്സുകൾ വന്ന്, അപ്പൊ പ്യുവർ മാത്തമാറ്റിക്സ് പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് പ്യുവർ മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. ഇപ്പൊ പ്യുവർ മാത്തമാറ്റിക്സും പ്യുവർ കെമിസ്ട്രിയും അതിന്റെ തിയറിറ്റിക്കൽ സൈഡ് പഠിക്കുന്നവര് അക്കാഡമീഷ്യൻസ് ആയിട്ട് പോകേണ്ടവരാണ്. അക്കാഡമീഷ്യൻസിന് എത്ര വേണോ അത്ര അനുസരിച്ച് ഇത് കുറഞ്ഞു പോകും. ഇതിന്റെ UGCയുടെ ഭാഷയെ പറഞ്ഞാൽ കൺവെൻഷണൽ സബ്ജക്ട്സ് ആണ്. ഹിസ്റ്ററി എല്ലാവരും പഠിക്കേണ്ട കാര്യമില്ല, ലിറ്ററേച്ചർ എല്ലാവരും പഠിക്കേണ്ട കാര്യമില്ല, ഫിലോസഫി എല്ലാവരും പഠിക്കേണ്ട കാര്യമില്ല. അതിൽ താല്പര്യമുള്ളവർ പോകുമ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടി, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോഴ്സുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു, അതിനകത്ത് ആളില്ലാതെയാകുന്നു. പക്ഷെ കുട്ടികളില്ലാതെ ആയിട്ടല്ല, മനസ്സിലായി. കുട്ടികളില്ലാതെ ആയിട്ടല്ല, അവർ പഠിക്കാതിട്ടുമല്ല, അവർ പുതിയ പുതിയ കോഴ്സുകളിലേക്ക് പോകുമ്പോൾ ആ പുതുമയ്ക്കൊപ്പം പോകാൻ നമ്മുടെ കൺവെൻഷണൽ കോഴ്സുകൾക്ക് കഴിയുന്നില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സിലബസ് പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിയിലെ സിലബസ് പരിഷ്കരിക്കണം. 150 കോളേജ് ഉണ്ടെന്ന് വെക്കുക. ഈ 150 കോളേജിൽ ഒരു 100 കോളേജിൽ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നുണ്ടെന്ന് വെക്കുക. ആ 100 കോളേജിലെയും അധ്യാപകരുമായി കൺസൾട്ട് ചെയ്തിട്ട് സിലബസ് പരിഷ്കരിക്കാൻ പറ്റും. എത്ര കൊല്ലം എടുക്കും? മനസ്സിലായി. ലബോറിയസ് പ്രോസസ്സാണ്. അപ്പൊ 6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ സിലബസ് പരിഷ്കരിച്ചു വരുന്നത്. ഈ 6 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പരിഷ്കരിച്ചു കൊണ്ടുവരുന്ന സിലബസും 3 കൊല്ലം പിന്നിലായിരിക്കും. അപ്പൊ കണ്ടന്റ് മോശമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ വിദ്യാഭ്യാസം ആളുകൾ കാശ് കൊടുത്താൽ വാങ്ങിക്കുന്നത്. കാശ് കൊടുത്ത ആളുകൾ വിദ്യാഭ്യാസം വാങ്ങിക്കുമ്പോൾ ആ കാശിന്റെ മുതലുണ്ടോ എന്ന് അവർ നോക്കും. തീർച്ചയായിട്ടും അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും നോക്കും. നമ്മൾ കൊടുക്കുന്ന കാശിന്റെ മുതലുണ്ടോ എന്ന് നോക്കും. മുതലില്ലെങ്കിൽ പോവില്ല. അടിച്ചുകൊണ്ടിരുത്താൻ പറ്റുമോ? അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് പോവുകയാണ്. ആ രീതിയിലേക്ക് പോകുമ്പോൾ അതിനോടൊപ്പം പോകാൻ കഴിയുന്നില്ല നമ്മുടെ ഈ ഭൂരിപക്ഷം എയ്ഡഡ് കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും എന്നത് ഒരു വസ്തുതയായി അവശേഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൂടാതെ എന്ത് സംഭവിച്ചു? ക്യാമ്പസുകൾ ഭരിക്കുന്നത് അക്കാഡമിക്സ് വിദഗ്ധരല്ല, മറിച്ച് കക്ഷി രാഷ്ട്രീയക്കാരാണ്. ലോക്കൽ നേതാക്കളാണ് അവിടുത്തെ കോളേജ് ഭരിക്കുന്നത്. ലോക്കൽ നേതാവിന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഇവൻ പോയിട്ട് പ്രിൻസിപ്പലിന്റെ തന്തക്ക് വിളിക്കുന്നതും പ്രിൻസിപ്പലിന്റെ കോലം കത്തിക്കുന്നതും പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുന്നതും പ്രിൻസിപ്പലിന് ശവമാണ് ഒരുക്കുന്നത്. പ്രിൻസിപ്പലിന് ശവമഞ്ച ഒരുക്കിയിട്ട് ശവകുടീരം ഒരുക്കുന്നത്. ജീവിച്ചിരിക്കെ ശവമഞ്ച ഒരുക്കാൻ നേതാവ് പറയും, ഇവൻ പോയി ചെയ്യും. പിന്നെ എന്താ ഇവർ പറയുന്നത്? എന്താണ് സമരത്തിലൂടെ പഠനം എന്ന്? അത് നടക്കില്ല. ഇതിനൊക്കെ ഫ്രീക്ക് പേര് ഇട്ടിട്ടുണ്ട്. അല്ല സമരത്തിലൂടെ പഠനം നടക്കില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, അത്ര പ്രയാസമുള്ള കാര്യമാണ്. അത് കുത്തിയിരുന്ന് പഠിക്കുക തന്നെ വേണം. അതിന് തെരുവിലിറങ്ങി ഗവർണറുടെ കോലം കത്തിച്ചിട്ടും ഗവർണറുടെ മറ്റേ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടും നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല. ഇന്ന് ഈ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവര് രാഷ്ട്രീയ പാർട്ടിയുടെ എക്സ്റ്റൻഡഡ് ഫോമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചെയ്യണം ഇവര്. രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെല്ലാം തരത്തിലുള്ള അപജയം കടന്നുകൂടിയിട്ടുണ്ടോ അതെല്ലാം വിദ്യാർത്ഥി സംഘടനകളിൽ അതുപോലെ തന്നെ വരുന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് പറഞ്ഞാൽ അത് സമരമാണെന്നാ പറയണം. അതെങ്ങനെയാണ് സമരമാകുന്നത്? പറയുന്നത് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ പറയണം.
അപ്പൊ സമരവും പഠനവും നടക്കില്ല. പഠനം പഠനമാണ്, സമരം സമരമാണ്. ഇപ്പോ സമരമാണുള്ളത്, പഠനമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പഠിക്കാൻ വേണ്ടി വരുന്നൊരു കുട്ടിക്ക് അവന് ആഗ്രഹം, അവൻ ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ നമ്മുടെ കോളേജുകൾക്കും സർവകലാശാലകൾക്കും കഴിയാതാകുമ്പോൾ കുട്ടികൾ അവയെ ഉപേക്ഷിച്ചു പോകും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. +2 വരെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട് കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് പല കുട്ടികൾ ഇപ്പൊ വീടുകളിൽ നിന്ന് മിസ്സാവുകയാണ്. ഇവര് പലരും കേന്ദ്ര സർവകലാശാലകളിലേക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റി, മുംബൈ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നു. ഇപ്പൊ വിദേശത്തേക്കും പോകുന്ന ഒരു സാഹചര്യം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സാർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയെന്നല്ലേ അത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം സ്വീകരിക്കുന്നില്ല എന്ന് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത നമുക്കില്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പറയുന്നു. ഞാൻ ചോദിച്ചു, അയാളുടെ സഹോദരിയുടെ മകന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പഴയ പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ തൻ്റെ മകനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും മകൻ ജർമ്മനിയിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ജർമ്മനിയിലൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടേ? ഞാൻ വീട് വിറ്റു സാറേ. മക്കളുടെ വിദ്യാഭ്യാസം നോക്കണ്ടേ, ഇത് കഴിഞ്ഞ ഒരു തൊഴിൽ കിട്ടണ്ടേ. അപ്പോൾ വേറൊരു വീട് ഭാര്യയുടെ പേരിൽ ചെറിയ വീട് കിടക്കുന്നുണ്ട്, കുറച്ച് ദൂരെയാണ്, അങ്ങോട്ട് മാറി താമസിക്കാൻ തീരുമാനിച്ചു. കിടപ്പാടം വിറ്റും മക്കളെ വിദേശത്തേക്ക് അയക്കുന്നത് പിണറായി വിജയന്റെ മക്കളെ പഠിപ്പിച്ച രീതിയിൽ ലോകത്ത് ആരെങ്കിലും മറ്റെന്താണ് അങ്ങേരുടെ പേര്, ഇതുണ്ടല്ലോ, ലീല ഗ്രൂപ്പിന്റെ നായര്, കൃഷ്ണൻ നായര്, ലീല ഗ്രൂപ്പിന്റെ നായര് കൃഷ്ണൻ നായര്. ആ കൃഷ്ണൻ നായരെ പോലുള്ളവർ കാശ് കൊടുക്കാൻ പിണറായി വിജയനെ കിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് കിട്ടില്ല. പിണറായി വിജയന്റെ കുട്ടിക്ക് ലീല കൃഷ്ണൻ നായര് കാശ് കൊടുത്തു എന്ന് പറയണ എന്റെ ആക്ഷേപമല്ല. മറ്റേ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ, എനിക്ക് അയാളെ കുറിച്ച് തന്നെ എനിക്ക് യാതൊരു മതിപ്പുമില്ല. കാരണം ലോകത്ത് ആരെങ്കിലും അവനവന്റെ രാജ്യത്ത് ജയിച്ചുകൊണ്ട് ഒരു വിദേശ രാജ്യത്തിന്റെ പേര് അതിന്റെ കൂടെ ചേർക്കോ? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ, അങ്ങനെ ഒരു നായരുണ്ട്. മൊത്തം നായന്മാർക്ക് അതിശയമാകുന്ന വിധത്തിലാണ് ആ പേര് വന്നേക്കണം. കേരളത്തിലെ നായന്മാരെ ആകെയുള്ള സ്ഥലം കേരളമാണ്. ആ കേരളത്തിലുള്ള ഒരു നായര് ബെർലിനിൽ പോയിട്ട് പറയണ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ആ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതി വെച്ചേക്കണ കാര്യമാണ് ഞാൻ ഈ പറയണ. അതിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന് കാശ് ചെലവാക്കിയില്ല. പിന്നെ ആ കാശ് ആര് കൊടുത്തു? ലീല പെൻഡ കൃഷ്ണൻ നായർ കൊടുത്തു. ലീല പെൻഡ കൃഷ്ണൻ നായർ ഇയാൾക്ക് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനം പുള്ളിക്ക് ഉണ്ടാകണമല്ലോ. തീർച്ചയായിട്ടും. അതല്ല ഇതൊരു മോക്ഷമാർഗമാണ് എന്ന് പുള്ളി കരുതാൻ ഇടയില്ലല്ലോ. തീർച്ചയായിട്ടും. ലീല പെൻഡ ഗ്രൂപ്പിന്റെ കൃഷ്ണൻ നായർ പിണറായി വിജയന്റെ മകനെയോ മകളെയോ പഠിപ്പിക്കാൻ വേണ്ടി പണം കൊടുത്തത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും വിശ്വസിക്കില്ല, ലോകത്താരും വിശ്വസിക്കില്ല. അപ്പൊ നിവൃത്തികേട് കൊണ്ടാണ് ആളുകൾ വിട്ടുപോകുന്നത്. അങ്ങനെ വിട്ടുപോകുന്നതിന്റെ കാരണം നമ്മൾ തേടുമ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പരിമിതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയം പഠിക്കാനായിട്ട് കുട്ടികൾ വരുന്നില്ലെങ്കിൽ ഒന്നുകിൽ എൻ്റെ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇത് നമുക്ക് പരിഹരിക്കണം എന്ന് ഏതെങ്കിലും അധ്യാപക സംഘടന പറയുന്നുണ്ടോ? ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ബഹളം വെക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന പറയുന്നുണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് മികവ് പുലർത്താൻ കഴിയുന്നില്ല, ഇത് മോശമാണ് എന്നുള്ളവരെ അവർ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടോ? ഇല്ല, കേട്ടിട്ടില്ല. എന്താ ഇവര് പറയാത്തത്? അപ്പൊ മോശമായിരിക്കുന്നു. ആ മോശമായത് കുട്ടികൾ നിർബന്ധപൂർവ്വം എടുക്കണമെന്നാ പറയുന്നത്. അതെങ്ങനെ എടുക്കും? അവർക്ക് അവരുടെ ജീവിതമില്ലേ? അപ്പൊ വീട് വിറ്റ് ആ കാശുമായിട്ട് ജർമ്മനി പോയിട്ട് പഠിക്കുകയാണ്. പഠിച്ചൊരു ജോലി കിട്ടണം. ഇനി ഇവിടെ പഠിച്ചിട്ടോ ഏത് തൊഴിൽ മേഖലയാണ് ഇവിടെ തുറന്നു കൊടുക്കുന്നത്? കേരളത്തിന്റെ നമ്മുടെ യുവാക്കളുടെ പൊട്ടൻഷ്യൽസ്, കഴിവുകൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ഏത് തൊഴിൽ മേഖല തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതിനേക്കാൾ നല്ല വിദ്യാഭ്യാസം തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്. അവിടെയൊക്കെ പോയാൽ എന്താണ്? അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ടി വരും. ഇവിടെയാണെങ്കിൽ പഠിക്കേ വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വിഷയം. ഇന്നിപ്പോ നമ്മുടെ ഡയറക്ടർ പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? A+ വാരിക്കോരി കൊടുക്കും. ഇതിപ്പോ തുടങ്ങിയതല്ല, മന്ത്രി ബേബി ഇരിക്കുന്ന കാലത്താണ് ഇതിന്റെ തുടക്കം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിലെ കുട്ടികൾ ജയിക്കുന്നതിൽ മന്ത്രിക്ക് എന്ത് പങ്കുണ്ട്?
ഇല്ല സാർ, അതൊരു തുടർ ചോദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A+ വാരിക്കോരി അല്ലല്ല, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ പറ, മന്ത്രിക്ക് ഇതിനകത്ത് എന്ത് പങ്കുണ്ട്? കുട്ടികൾ 10ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിക്കുന്നതിന് അവരുടെ രക്ഷിതാക്കൾ, കുട്ടികൾ, അധ്യാപകർ, ഇവർക്കല്ലേ പങ്കുള്ളത്? അതെ, അതെ. മന്ത്രിക്ക് ഒരു പങ്കുമില്ലല്ലോ. ഇത് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോഴേക്കും 2 കൊട്ട നിറച്ച് ലഡുവും എടുത്തുകൊണ്ട് മന്ത്രിമാര് നേരെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇവർക്ക് എന്താ ഇതുള്ളത്? ഇവരുടെ റോൾ എന്താ അതിനകത്തുള്ളത്? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ കമ്മീഷണറാണ് ആ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. മന്ത്രിക്ക് അതിനകത്ത് ഒരു ക്രെഡിറ്റും ഇല്ല. കാരണം മന്ത്രിക്ക് ക്രെഡിറ്റ് ഇല്ല. 15 വയസ്സുള്ള ഒരു പയ്യനാ ജയിലിലിട്ടു എന്ന് വെക്കുക. അവൻ 20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും താടിയും മീശയൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പൊ ആ ജയിലർ പറയാണ്, കണ്ടാ എന്റെ പരിശ്രമം കൊണ്ട് അവന് താടിയും മീശയും വന്നു എന്ന് പറയുന്നത് പോലെയല്ലേ ഈ മന്ത്രി പറയുന്നത്. കണ്ടാ എന്റെ ഭരണം വന്നപ്പോഴേക്കും കൂടിയെന്ന്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അക്ഷരമറിയാത്തവന് മാർക്ക് കൊടുക്കുന്നു. ഇത് തുടങ്ങി വെച്ച ഒരാളാരാന്നറിയാമോ? MA ബേബിയാണ്. എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, പരീക്ഷയിൽ വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് എന്തറിയില്ല എന്നല്ല, എന്തറിയാം എന്നാണ് പരിശോധിക്കേണ്ടത്. നല്ല കാര്യം. അപ്പൊ അവൻ എഴുതിയത് ശരിയുണ്ടെങ്കിൽ ആ ശരിക്ക് മാർക്ക് കൊടുക്കണം. നല്ല കാര്യം. അപ്പൊ ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യത്തിന്റെ ഉത്തരം ആട് എന്നാണെന്ന് വെക്കുക. കുട്ടി ആന എന്നെഴുതി, പകുതി മാർക്ക് കൊടുക്കണമെന്നാണ് ബേബി പറഞ്ഞത്. ശരിയാണല്ലോ. കാരണം രണ്ടിലും ആയുണ്ടല്ലോ. അന്ന് തുടങ്ങിയതാണിത്. വാരിക്കോരി മാർക്ക് കൊടുത്ത് പ്രമേഹ രോഗിക്ക് പഞ്ചസാര കൊടുക്കുന്ന രീതിയിലാണ്. പഠനം കളിയല്ല, ഒക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ്. കളിയിലൂടെ പഠിക്കാൻ പറ്റുമെന്ന്. കളിയിലൂടെയും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും. പക്ഷെ പഠനം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. അതൊന്നും പാടില്ല. വിദ്യാർത്ഥികൾ ജയിച്ചുകൊണ്ടേയിരിക്കണം. അതെങ്ങനെയാണ് ജയിക്കുന്നത്? എല്ലാവർക്കും ഒരേ രീതിയിൽ ജയിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഒരേ രീതിയിൽ മാർക്ക് കിട്ടുമോ? ഈ മാർക്ക് കിട്ടുന്നതും അവരുടെ ബുദ്ധിശക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു പരീക്ഷാ സമ്പ്രദായം വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷാ സമ്പ്രദായത്തിലൂടെ മാർക്ക് വാങ്ങിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യണം. അതിന് അത് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പൊ ഇന്റേണൽ അസസ്മെന്റ് വന്ന് 20 മാർക്കാണ് ഇന്റേണൽ അസസ്മെന്റിനുള്ളത്. എനിക്കൊക്കെ കിട്ടിയിട്ടില്ലേ? 20 മാർക്കും കിട്ടിക്കാണും. ഇതെങ്ങനെ കൊടുക്കും? ഇന്റേണൽ അസസ്മെന്റിന് 20 മാർക്ക് കിട്ടി. ഓക്കെ, 35 മാർക്ക് പോയി ജയിക്കാനായിട്ട്. പിന്നെ 15 മാർക്കാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ചോദ്യം പകർത്തി വെച്ചാൽ 10 മാർക്ക് കിട്ടും. എന്താ ചോദ്യം പകർത്തുന്ന? ഇപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരില്ലല്ലോ എന്ന്. 100% വിജയം. ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ആത്മവഞ്ചനയാണ് ഇതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഈ മാനേജ്മെന്റും എല്ലാവരും ചേർന്ന് ആത്മവഞ്ചന നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ ഈ അവസ്ഥയിൽ എത്തിച്ച്. എല്ലാവർക്കും പങ്കുണ്ട്. അതിന്റെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയമായ ഇടപെടലുകളാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, അത് സർവകലാശാലകളായിക്കൊണ്ട് പോട്ടെ, നമ്മുടെ കോളേജുകളായിക്കൊണ്ട് പോട്ടെ, ഈ കക്ഷ്യ രാഷ്ട്രീയപരമായ ഇടപെടലുകളല്ലേ ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ട് മാറുന്നത്? അല്ല, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്നത് തെറ്റല്ല. കാരണം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം നിലനിൽക്കുന്നത്. ജനാധിപത്യം അങ്ങനെയാണ്. ജനാധിപത്യം നല്ലതോ ചീത്തോ അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും എല്ലാവരും. അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ബന്ധപ്പെടാതെ ഒരുത്തന്നിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ വേറെ ചില ഭാഗ്യവാന്മാരുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ അവർക്ക് നേരിട്ട് ബന്ധമില്ല. അമ്മായിയപ്പൻ ഇന്ന രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് പറയും, അല്ലെങ്കിൽ അമ്മാവൻ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്ന് പറയും. അപ്പൊ അത് വരുന്ന സമയത്ത് അമ്മായിയപ്പനും അമ്മാവനും വഴി വരും. അപ്പൊ അവൻ ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും BJP അധികാരത്തിൽ വന്നാൽ പറയാം അവന്റെ അമ്മാവൻ പണ്ട് സംഘപരിവാറിലുണ്ടായിരുന്നാണെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ വരാം. നിങ്ങൾ ഈ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ പദവിയുടെ അന്തസ്സിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായം കാണാം, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും കാണാം. പക്ഷെ ഒരു പദവിയുടെ അന്തസ്സിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിയമ സംവിധാനമുണ്ട്, നിയമവും ചട്ടങ്ങളും ഉണ്ട്. ആ നിയമവും ചട്ടവും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നിയമവും ചട്ടവും നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ അടിയറ വെക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാരനായിട്ട് മാറണം അവിടെ. അല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായതിന്റെ പേരിലല്ല. രാഷ്ട്രീയത്തിന് നിയമവും ചട്ടവും പറയുന്നുണ്ട്. അതെ,
ആ നിയമവും ചട്ടവും അനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. പക്ഷെ ആ നടപടിക്രമങ്ങൾ, നിയമവും ചട്ടവും എല്ലാം നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബലി കഴിക്കുന്ന സമയത്താണ് നിങ്ങൾ രാഷ്ട്രീയ താല്പര്യം വരുന്നത്. അതാണ് ഇന്നിപ്പോൾ സർവകലാശാല രംഗത്തും കോളേജുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരുടെ നിയമം എയ്ഡഡ് കോളേജുകളിൽ മെരിറ്റിനല്ല ഇമ്പോർട്ടൻസ്, സമുദായ സേവനത്തിനാണ്, അല്ലെങ്കിൽ മതസംഘടനയിൽപ്പെട്ടതിനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിനാണ്, അല്ലെങ്കിൽ 80 ലക്ഷം രൂപക്കാണ്. അപ്പോ യഥാർത്ഥത്തിൽ യോഗ്യത ഉള്ളവർ ആ രംഗത്തേക്ക് വരാതിരിക്കുകയും അയോഗ്യരായവർ ആ രംഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അതൊരു ഫാക്ടറാണ്. അപ്പൊ അവര് പിന്നെ എന്താ ചെയ്യുന്നത്? അവര് ഈ അയോഗ്യരായിട്ടുള്ള ഒരു മഹാസഖ്യം പിന്നെ ചെയ്യുന്നത് സംഘടിത ശക്തിയായിട്ട് നിന്നുകൊണ്ട് വിലപേശാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യും? വിദ്യാർത്ഥികൾ പറയുന്നതാണ് ശരി എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. വിദഗ്ധ ഉപദേശങ്ങളും വിദഗ്ധമായ തീരുമാനങ്ങളും എടുക്കേണ്ടടുത്ത് വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് എങ്ങനെ എടുക്കും? സർവകലാശാല ഭരണസമിതികളിലും അക്കാദമിക സമിതികളിലും വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അവിടെ വിദഗ്ധമായ തീരുമാനമാണല്ലോ വേണ്ടത്. ഇവര് വിദഗ്ധരാണോ? അല്ല. അപ്പൊ വിദഗ്ധരല്ലാത്തവര് വിദഗ്ധമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുകയാണ്. ഇപ്പൊ ഈ ക്യാമറ വെച്ചിരിക്കുന്ന പൊസിഷൻ എനിക്കൊന്നും അറിയില്ല, ഞാൻ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയും. ആ ക്യാമറ കുറെ കൂടെ നന്നായിട്ട് വെക്കാം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് അത് പറയേണ്ടത്. കാരണം അങ്ങനെ അതിനകത്ത് വിദഗ്ധനാണ്. ആ തീരുമാനം എടുക്കേണ്ട കാര്യത്തിൽ ക്യാമറ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്ത എന്നെ പോലുള്ള ഒരാളെ ഇരുത്തി തീരുമാനം എടുക്കുകയാണ്. അപ്പൊ അക്കാദമിക ബോഡികളിലും ബാക്കി സ്ഥലങ്ങളിലും ഭരണസമിതികളിലുമെല്ലാം വിദ്യാർത്ഥികൾ വരികയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികളെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാവർക്കും ഉച്ചയ്ക്ക് പാൽപ്പായസം കൊടുക്കണമെന്ന് ഡോക്ടർക്ക് ആജ്ഞ കൊടുക്കുന്ന രീതിയിലാണ് ഇന്ന് സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യോഗ്യതയും പറഞ്ഞിട്ടില്ല സിൻഡിക്കേറ്റിലേക്ക് വരാൻ എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം അക്ഷരം കൂട്ടി വായിക്കാത്തവനെ സിൻഡിക്കേറ്റിൽ എടുത്ത് വെക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിയമം അങ്ങനെയാ പറയണം, ഒരു യോഗ്യതയും വേണ്ടെന്ന്. ഒരു യോഗ്യതയും വേണ്ടെങ്കിലും ആ സ്ഥാനത്തിരിക്കുന്നവന് മിനിമം ഇതെന്താണെന്ന് അറിയണ്ടേ? അതുപോലും വേണ്ട. സാർ, അത് ശരിയാണ്. കാരണം കേരളത്തിന്റെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു, ഡോക്ടർ ആർ ബിന്ദു അവര് ഒരു ചട്ടങ്ങൾ UGC മാനദണ്ഡങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഇടപെട്ടതായിട്ടുള്ള ഒരു RTI പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ നടക്കുന്നത്? അല്ല, അത് RTI മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. കാരണം ഡോക്ടർ ബിന്ദു എഴുതിയ ആ കത്ത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ നീക്കം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഇറക്കിയിരിക്കുന്ന വിധിന്യായത്തിൽ ആ കത്ത് അങ്ങനെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, തന്നെ ഇന്നിന്ന ആൾക്കാർ നിരന്തരമായി സ്വാധീനിച്ചു എന്നും തനിക്ക് അഡ്വക്കേറ്റ് ജനറൽ തെറ്റായ നിയമോപദേശം തന്നു എന്നും ഗവർണർ ചാൻസലർ പറഞ്ഞതും അതിന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണ്. സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിന്റെ വൈസ് ചാൻസലറെ നിശ്ചയിക്കുന്നത് ചാൻസലർ ആണെങ്കിലും ചാൻസലർക്ക് ഇഷ്ടമുള്ള ആളെ വൈസ് ചാൻസലർ ആക്കാൻ പറ്റില്ല. വെറും തെറ്റിദ്ധാരണയാണ് ആളുകൾ പറയുന്നത്. ചാൻസലർ എന്താ ചെയ്യുന്നത്? ചാൻസലർ അതിന്റെ ചട്ടമുണ്ട്. എന്താണ് ആ ചട്ടം? ആ ചട്ടപ്രകാരം 3 പേര് അടങ്ങുന്ന 3 മുതൽ 5 പേര് വരെ വരുന്ന ഒരു സമിതിയെ തെരഞ്ഞെടുക്കുകയാണ്. സർവകലാശാലയുടെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, ഗവൺമെന്റിന്റെ പ്രതിനിധി, ഇവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്, സെലക്ഷൻ കമ്മിറ്റി. അവര് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്ന് ഒരാളെ നിയമിക്കാനേ ഇങ്ങർക്ക് പറ്റൂ. അപ്പൊ സെലക്ഷൻ നടത്തുന്ന ഒരു സമിതി, നിയമിക്കുന്നത് വേറൊരാള്. നിയമന അധികാരി തന്നെ സെലക്ഷൻ ചെയ്യുന്നില്ല, നിയമന അധികാരി സെലക്ട് ചെയ്യുന്നില്ല. ഇനി അങ്ങനെയുള്ളപ്പോൾ നിയമനാധികാരിയായ ചാൻസലറെ ചാൻസലർ എന്ന നിലയ്ക്ക് ഒരു സ്വാധീനിച്ചു. അതിന് അവർ പറഞ്ഞ കാരണം എന്താണ്? സർക്കാരിന്റെ പ്രതിനിധിയാണ്, സർക്കാരാണ് കാശ് കൊടുക്കുന്നത്, അതുകൊണ്ട് സർക്കാരിന് അവകാശം ഉണ്ടെന്നാണ്. ചാൻസലർക്ക് ഒരു അവകാശമില്ലാത്ത ഒരു അലങ്കാര പദവിയാണ്. ആകെ ഒരു അവകാശം കിട്ടുക എപ്പോഴാണെന്നറിയാമോ? ബിരുദദാന ചടങ്ങ് നടക്കുമ്പോൾ ചാൻസലർ പങ്കെടുക്കുന്നില്ലെങ്കിൽ ചാൻസലർക്ക് അന്ന് വന്ന് ആ കുപ്പായം ഒക്കെ ഇട്ട് അവിടെ ഇരിക്കാം. ഭരണപരമായ കാര്യങ്ങളിൽ പരമാധികാരി വൈസ് ചാൻസലറും അപ്പീൽ അധികാരി ചാൻസലറുമാണ്. നിയമന കാര്യത്തിൽ ചാൻസലർക്ക് ഒരു റോളും ഇല്ല. പക്ഷേ സർക്കാരിന്റെ സ്വാധീനവും അധികാരത്തിന്റെ ഗർവും ഉപയോഗിച്ചിട്ടാണ് അതിൽ ഇടപെട്ടത്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആ നിയമനം റദ്ദ് ചെയ്തു പോയത്.
കാരണം ചട്ടം അനുസരിക്കാതെ നടത്തുകയാണ്. ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് ആർക്കും അവകാശമില്ല. അല്ല, അത് കണ്ണൂർ VC-യുടെ കേസ് മാത്രമല്ല സാർ, ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും അത് തന്നെ നടക്കുന്നത്. സർവകലാശാലകളിൽ 10 ഇടത്തും വൈസ് ചാൻസലർ ഇല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് തീരുമാനിക്കണമെന്ന്. നിങ്ങളല്ല തീരുമാനിക്കുന്നത്. വൈസ് ചാൻസലറുടെ സർവകലാശാലകളുടെ കാര്യത്തിൽ പരമാധികാരി, അപ്പീൽ അധികാരി ചാൻസലറാണ്. ആ ചാൻസലറാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ വൈസ് ചാൻസലർ വേണം. അപ്പോഴെന്താ ചെയ്യുന്നത്? സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയും രാഷ്ട്രീയക്കാരെ വെച്ചേക്കാണ്. അവരോട് പറയും നിങ്ങൾ റെപ്രസെന്റേറ്റീവ്സിനെ കൊടുക്കരുതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സർവകലാശാലയിൽ വൈസ് ചാൻസലർ വെക്കാനുള്ള സർവകലാശാലയുടെ അടിസ്ഥാനപരമായ ഭരണപ്രക്രിയക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് സെനറ്റിലെയും സിൻഡിക്കേറ്റിലെയും അംഗങ്ങളാണ്. സെനറ്റും സിൻഡിക്കേറ്റിന്റെയും ലക്ഷ്യം ഇതിന്റെ ഭരണം തടസ്സമില്ലാതെ നടത്തുക എന്നുള്ളതാണ്. ഇത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിലുപരി ഇതിപ്പോ ഗുണ്ടായിസമായി മാറിയിട്ടുണ്ട്. അല്ല, ഇത് നേരെ തിരിച്ചാ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഞങ്ങളുടെ പണി അതാണ്. എന്തിനാണ് സെനറ്റും സിൻഡിക്കേറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്? അതോറിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവകലാശാലയുടെ ഭരണം സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനാണ്. ഇവരെന്താ ചെയ്യുന്നത്? സർവകലാശാലയുടെ ഭരണം സുഗമമായി നടക്കണമെങ്കിൽ അതിന് സ്ഥിരമായിട്ടൊരു വൈസ് ചാൻസലർ വേണം. ഈ വൈസ് ചാൻസലർ ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് നീക്കാൻ പറ്റില്ല. വൈസ് ചാൻസലറെ നീക്കണം എന്നുണ്ടെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ പറ്റുള്ളൂ. എന്തിനാണ് അത് കൊടുത്തിരിക്കുന്നത്? വൈസ് ചാൻസലർ സ്വതന്ത്രമായി തീരുമാനം എടുക്കണം. ഗവർണർക്ക് ഇഷ്ടമുള്ള തീരുമാനമല്ല, ചാൻസലർക്ക് ഇഷ്ടമുള്ള തീരുമാനമല്ല. അങ്ങനെയും തെറ്റിദ്ധരിക്കേണ്ട. സർവകലാശാലയുടെ നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് തീരുമാനമെടുത്ത് ചട്ടവും നിയമവും സർവകലാശാലകളിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യതയുള്ള ആളാണ് സർവകലാശാല വൈസ് ചാൻസലർ. ആ വൈസ് ചാൻസലർ ഒരു തീരുമാനം എടുക്കുന്നതിന് അങ്ങേർക്ക് സമ്പൂർണ്ണ പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങേരെ നീക്കാനായിട്ട് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വെച്ചിരിക്കുന്നത്. അല്ല, ഗവർണർക്ക് ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടി നീക്കാൻ പറ്റില്ല. അതിന്റെ നടപടിക്രമം പൂർത്തിയാക്കണം. അല്ലെങ്കിൽ പറ്റും. അയാൾ വല്ല കള്ളക്കടത്തിലോ അങ്ങനെ പെടില്ല എന്ന് ഉറപ്പൊന്നുമില്ലാത്ത കാലമാണ്. വൈസ് ചാൻസലർമാരും ചിലപ്പോൾ പെട്ടേക്കാം. ഉറപ്പൊന്നുമില്ല. കാരണം ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടുകൂടായികയും ഇല്ല. അപ്പൊ അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഈ വൈസ് ചാൻസലർമാർ പോയി രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ ഓഫീസിലല്ല, ഏരിയ കമ്മിറ്റി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് വൈസ് ചാൻസലർമാരാക്കി വെച്ചിരിക്കുന്നത്. അവർക്കുള്ള ആത്മാഭിമാനം രാഷ്ട്രീയ പാർട്ടികൾക്കും അന്തസ്സില്ല. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആജ്ഞാപിക്കും ഇന്നത് ചെയ്യാൻ, അപ്പൊ അത് ചെയ്യും. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈ ഒരു അത്യാഹിതം നടന്നാൽ നിങ്ങൾക്കറിയാമല്ലോ. ആ അത്യാഹിതത്തില് ആർക്കും പങ്കില്ല. വിദ്യാർത്ഥികൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. യൂണിവേഴ്സിറ്റി VC പറയണ്ടേ എനിക്കൊന്നും അറിയില്ല എന്ന്. പിന്നെ അയാൾ എന്തിനാ അവിടെ ഇരിക്കണത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര മുതൽ അനക്കറിയില്ല എന്നല്ലേ സാർ പറയുന്നത്? അനക്കറിയില്ല എന്നുകൊണ്ട് കാര്യമായില്ല. പിന്നെ ഒരു സർവകലാശാലയിൽ എങ്ങനെ നടക്കുന്നു എന്ന് അറിയാൻ ബാധ്യസ്ഥപ്പെട്ട ഉദ്യോഗസ്ഥനാണ് VC. ഭരണത്തിന്റെയും അക്കാദമിക രംഗത്തിന്റെയും തലവനാണ്, രണ്ടിന്റെയും തലവനാണ്. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. എനിക്കറിയില്ലായിരുന്നു. പ്രിൻസിപ്പൽ പറയണ് ഞാൻ അറിഞ്ഞില്ല എന്ന്. പിന്നെ ആരറിഞ്ഞ്? ഇത്രയും ദയനീയമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം. അവിടെ ആളുകൾ തലക്കിളിച്ച് കയറണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല സാർ. അവർക്ക് താല്പര്യമില്ല അതിനകത്ത്. 4 വർഷവും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണവും അവിടെ കൊടുത്തിട്ട് പെരുവഴിയിൽ ഇറങ്ങി ഇവന് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലേ അതുകൊണ്ടൊരു കാര്യമില്ല സാർ. അതുപോലെ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കേരള നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവരികയും അതിനെ ഏകകണ്ഠമായിട്ട് എന്താ സാർ അതിനകത്തൊരു അതിൽ തെറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും LDFും UDFും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യത്തിലെ അംഗങ്ങളാണ്. I.N.D.I പിന്നെ അലയൻസ്. അത് ഇന്ത്യ എന്ന് നമ്മൾ എഴുതിയിരുന്ന സമയത്ത് നമ്മൾ ഡോട്ട് ഇട്ടിരുന്നില്ല. ഡോട്ട് ഇട്ട് ഇന്ത്യ എഴുതുന്ന സമയത്ത് ഇന്ത്യയെ വെട്ടിമുറിക്കുന്നു എന്ന് ഞങ്ങൾ കാണിക്കുകയാണ്. ഡോട്ട് ഇന്ത്യ പറയുന്നത് ഞങ്ങൾ ഈ ഇന്ത്യയുടെ ഐക്യത്തിലല്ല വിശ്വസിക്കുന്നത്, ഇതിനെ വെട്ടിമുറിക്കണം എന്നാണ്. ഒരു ഡോട്ട് ഇട്ടാൽ എന്താ അർത്ഥം? രണ്ടും തമ്മിൽ അകലമുണ്ടെന്നല്ലേ? അതെ. അല്ലെങ്കിൽ വേണ്ടല്ലോ, അല്ലെങ്കിൽ ഡോട്ട് വേണ്ട. ആ അകലമുണ്ട്, ഞങ്ങൾ ഇതിനെ അങ്ങനെ അകലത്ത് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ആ ഡോട്ട് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPIM, അവരുടെ കൂടെ നിൽക്കുന്ന മറ്റു കക്ഷികൾ. അപ്പൊ ആ കക്ഷികൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തതിൽ ഒരു തെറ്റില്ല. അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. പിന്നെ അത് ശരിയാണോ എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല.
അപ്പൊ കേരളത്തില് ഇപ്പൊ സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന UDF-ഉം പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF-ഉം മച്ചാനുമാണ്. അവരൊരേ തൂവൽ പക്ഷികളാണ്, ഒരേ ലക്ഷ്യത്തോടെ നീങ്ങുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. 370-ന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നില്ലേ? മറ്റേ ഇത് പൗരത്വ നിയമം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചായിരുന്നില്ലേ? കാശ്മീരിന്റെ കാര്യത്തിൽ ഒന്നിച്ചായിരുന്നില്ലേ? തീവ്രവാദികളുടെ കാര്യത്തിൽ ഒരുമിച്ചായിരുന്നില്ലേ? മദനിയുടെ കാര്യത്തിൽ എവിടെ തീവ്രവാദം ഉണ്ടോ ആ തീവ്രവാദികളെ സംരക്ഷിക്കാൻ അവർ ഒരുമിച്ചാണ്. അപ്പൊ അവർ ഒരുമിച്ച് നിൽക്കുന്നവരാണ്, അവരങ്ങനെ തന്നെ നിൽക്കും. ആ ഒരുമയാണ് അവർ ഈ ഗവർണറുടെ കാര്യത്തിലും എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ബില്ലിപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്ത, അത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ബില്ലാണ്. രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ബില്ലിനെ കുറിച്ച് ഞാൻ ഈ ഘട്ടത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഈ സത്യമേവ ജയതയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സാറ് പറഞ്ഞ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം നമ്മുടെ സർവകലാശാലകളിൽ, നമ്മുടെ കോളേജുകളിൽ നമ്മുടെ കുട്ടികളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുവാൻ വിടുന്നത് അതിനുള്ള ക്വാളിറ്റി നമ്മുടെ സ്റ്റുഡൻസിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സംസ്ഥാനം വിടുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു പരിതാപകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം നിലവിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.